എൻ്റെ പ്രേമൊക്കെ ഭയങ്കര ഫ്ലോപ്പാണ്. എന്താണെന്നറിയില്ല. കാരണം എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം എടുത്ത് മനസ്സിലാക്കി പരിപാടിയൊന്നുമില്ല, അപ്പം തന്നെ ഇഷ്ടമെന്ന് പറയും. ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് തോട്ടും അതേ പ്രവൃത്തി ഇൻസ്റ്റൻ്റ് ആയിരിക്കും. ക്ഷമ ഇല്ല, എടുത്തുചാട്ടം കൂടുതലാണ്. അപ്പം അതിൻ്റെ ഭയങ്കര ഡൗണർ പരിപാടിയൊക്കെ കൂടുതലായിട്ടുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. യെസ്, എടുത്തുചാട്ടം, കുറച്ച് ക്ഷമ വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് ആ ഒരു പൊസസീവ്നെസ് കൂടുതലായിരിക്കാം, അതൊക്കെയാണ് പ്രോബ്ലം. പൊസസീവിൻ്റെ ഇല്ല. ഇപ്പം നമുക്ക് ഓക്കെ പ്രേമിക്കാൻ തോന്നുന്നു, ഒരു എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നുന്നു. സോ അതിന് മുൻ എക്സ്പീരിയൻസ് ഇല്ലാന്ന് വെക്ക്. അപ്പം അങ്ങനെയാകുമ്പോൾ ഓക്കെ എല്ലാവർക്കും പ്രേമമുണ്ട്. നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും പല രീതിയിൽ. സിനിമയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പ്രേമമായിരിക്കാം, സോങ് ആയിരിക്കാം. അപ്പം നമുക്കും വേണം ഈ ഒരു സാധനമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇത് ചിന്തിക്കാൻ പാടില്ല, ജസ്റ്റ് ഗോ ആൻഡ് ടെൽ എന്നുള്ള ഒരു ഇതാണ്, പരിപാടിയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ചിലപ്പോൾ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് ആയിരിക്കാം. അതും ഒരു മാറി, ഇപ്പം ഒരുപാട് മാറി അങ്ങനത്തെ പരിപാടി. ഹൗ ഗുഡ് ആർ യു ഇൻ എ റിലേഷൻഷിപ്പ്? ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് എ ഡൗൺ സൈഡ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈ നെഗറ്റീവ് അല്ലെ മൈ ഡൗൺ? ഞാൻ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, എനിക്കങ്ങനെ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ഒന്നും എന്താ പറയാ, എനിക്ക് ഓക്കെയാണ്, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മീൻസ് എന്താ പറയാ, മൊത്തം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി എൻ്റെ കാര്യത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്പേസ് കൊടുക്കുക, അതേപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. ഇതുണ്ടെങ്കിലൊക്കെ ഇപ്പം മ്യൂച്വൽ റെസ്പെക്ട്, സ്പേസും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. അതില്ലെങ്കിൽ ഭയങ്കര ഷോക്കാണ് എനിക്ക്. അതുണ്ടായാൽ മതി, നമുക്ക് സ്പേസ് ഇടണം എപ്പോഴും, സത്യസന്ധത ഉണ്ടാവണം. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ട്രസ്റ്റ്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ നല്ലതാണ്, എൻജോയ് ചെയ്യുകയും ചെയ്യും. കുറച്ചൊക്കെ നല്ലതാണ്. ഓക്കെ. ഈ ഇതിനെല്ലാം ഇപ്പം ഒരു സാധാരണ ഇപ്പോൾ ഒരു ഗോൾ 25 അല്ലെങ്കിൽ 26 ഒക്കെ കഴിയുമ്പോൾ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ 25 ഒക്കെ കഴിയുമ്പോൾ വീട്ടിൽ നിന്നും അവരുടെയൊക്കെ പറയൂലേ മാരേജ്, അങ്ങനെയുള്ള ഫോഴ്സ് പരിപാടികളിൽ വീഴാറുണ്ടോ? അല്ലെങ്കിൽ വീണിട്ടില്ല. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പിടിച്ച് നിൽക്കുക. നമ്മുടെ നാട്ടിൽ 25-26 മാക്സ്, ഐ റീച്ച് 27. അത് എനിക്ക് വലിയൊരു സംഭവമാണ്. കാരണം സിനിമയിലും കൂടി ആയതുകൊണ്ടായിരിക്കാം എൻ്റെ പാരൻസ് അതിന് അലോ ചെയ്യണം. ഇനി അവരെ അലോ ചെയ്തില്ലെങ്കിലും എൻ്റെ റൈറ്റ്സ് ആണ് അത് എപ്പോൾ മാരേജ് ചെയ്യണം, അത് എൻ്റെ ഡിസിഷനാണെന്നുള്ളത്. അപ്പോൾ പണ്ടൊക്കെ ഭയങ്കര കല്യാണം കഴിക്കണം എന്നുള്ളൊരു തന്നെയായിരുന്നു. ഇഫ് ആക്ട്രസ് ആയില്ല എന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ പഠിച്ചു കഴിയുക, മാരേജ് ഒരു 25th ആകുമ്പോഴേക്കും ലൈഫ് സെറ്റിൽഡ് ചെയ്യുക. പക്ഷേ ഇപ്പം മാറി, ഇപ്പോൾ ആ തോട്ട്സൊക്കെ മാറി വരുന്നുണ്ട്. ആൻഡ് പാരൻസ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിൻസിയുടെ പാരന്റ്സ് ഭയങ്കര അടിപൊളിയാട്ടോ, ഭയങ്കര ചില്ലാണ്. അപ്പനും അമ്മയൊക്കെ ആണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ നമ്മള് ലാസ്റ്റ് കണ്ട സമയത്ത് അപ്പം നിങ്ങളെ പടത്തിന്റെ പ്രൊമോഷൻ അത്ര പോരാൻ തോന്നല്ലോ. അപ്പൊ ഞാൻ എന്താ ചോദിച്ചു, അല്ല അപ്പൊക്കെ എന്താ വെച്ചാല് പുള്ളി സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ വരണം, യൂട്യൂബിലൊക്കെ ഓട്ടോമാറ്റിക് വരണം. സെർച്ച് ചെയ്യാതെ വന്നാൽ ഇതൊക്കെയാണ്. ഇത് സ്ക്രോളിൽ 10 പ്രാവശ്യം സ്ക്രോൾ ചെയ്യുമ്പോൾ 2 പ്രാവശ്യമെങ്കിലും കണ്ടില്ലെങ്കിൽ പ്രൊമോഷൻ കുറവാന്നുള്ള മൈൻഡിൽ ഒരു അതുണ്ട്. മുഖത്ത് നോക്കി പറയും, സ്ട്രെയിറ്റ് ആർക്ക് വേദനിക്കോ ഒന്നും നോക്കില്ല, മുഖത്ത് നോക്കി പറയും. ഇപ്പം ലാൽ ജോസ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്കൊന്ന് വിൻസിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിയുടെ നമ്മൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഊറ്റിയെടുക്കുക എന്ന് പറയുന്നില്ലേ, വിൽ ലേൺ സം തിങ് വിച്ച് വി വോണ്ട് അൺലേൺ. അങ്ങനെ ലേൺ ചെയ്തൊരു കാര്യം എന്തായാലും ഒരിക്കലും തളർന്നു പോവില്ല എന്നുള്ളത്. അതായത് ഇപ്പം മൂവി ഹിറ്റായാലും ഫ്ലോപ്പ് ആയാലും ഹി വിൽ കണ്ടിന്യൂ ഹിസ് ഡ്രീം, തളരില്ല. പക്ഷെ ഇപ്പം ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഫിലിം മേക്കിംഗ് കുറച്ച് പഴയതാണ്, അങ്ങനത്തെ കുറേ കമൻസ് ഉണ്ട്. ആൻഡ് പുള്ളി അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷന് പറ്റുന്നൊരു മൂവി ഉണ്ടാക്കുക, അങ്ങനെ കുറേ എല്ലാവരോടും ചോദിച്ചൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതുണ്ട്. എന്താ പറയുക, വില്ലിങ് പവറുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ മൂവി അത്ര വിജയിച്ചില്ലെങ്കിൽ പോലും ഓക്കെ എന്ന് പറഞ്ഞിരിക്കാനുള്ളൊരു മനക്കരുത്തുണ്ട്, ഫയർ തളരാതെ എന്നുള്ളൊരു. അത് എനിക്കൊന്ന് ഉണ്ണിക്കും കറക്റ്റായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഉണ്ണി പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യം. ഇപ്പോൾ ഈ സിനിമയുടെ ഓഡീഷനുകൾക്ക് പോകുമ്പോൾ ആ ഓഡീഷൻസ് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ
സി വെയർ യു ആർ നൗ എന്നുള്ളൊരു നമ്മൾ അത് നോക്കുമ്പോൾ അല്ലെ അങ്ങനെ ഓഡിഷൻസിന്റെ അങ്ങനെ പ്രോബ്ലം വരാനുള്ള റീസൺ അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഓഡിഷൻ പോകുമ്പോൾ എനിക്കറിയില്ല, ഓഡിഷൻ എല്ലാത്തിലെയും ഫ്ലോപ്പ് ആവും. ഏത് ഓഡിഷൻ പോയി ഞാൻ പൊട്ടും. ഇവന് നല്ല ടെൻഷൻ എനിക്ക് ഭയങ്കര ടെൻഷൻ വരും. മേ ബി ടെൻഷനാണ്. പക്ഷെ എനിക്ക് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പ്രശ്നമില്ല. പക്ഷെ ഓഡീഷന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണോ അതോ അത് എന്താണെന്നറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എനിക്ക് ബേസിക്കലി ഇപ്പം നേരത്തെ വിൻസി പറഞ്ഞാൽ മറ്റേ ഡ്രസ്സും കോസ്റ്റ്യൂമും കിട്ടാൻ നമുക്കൊരു കോൺഫിഡൻറ്റ് വരുമല്ലോ. എനിക്ക് ബേസിക്കലി നമ്മളൊരു സാധനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാൻ പറ്റും. ഇൻസെക്യൂരിറ്റി ഉള്ളിൽ കിടന്ന് കളിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഓഡീഷനൊക്കെ ഞാൻ ഫ്ലോപ്പ് ആവാറ്. പക്ഷെ ഇപ്പം സന്തോഷമുണ്ട്. കാരണം ഇപ്പം എന്താ പടം കിട്ടി, ഇപ്പം നല്ലൊരു പടത്തിൽ അഭിനയിക്കാൻ പറ്റിയെന്നതിൽ ഭയങ്കര സന്തോഷം. ലക്കിയാണ്. കുറേ പേര് ഇങ്ങനെ തീർച്ചയായിട്ടും അത് ഇവനും വേറൊരു ആക്ടറിൽ പോയിട്ട് പറഞ്ഞില്ല, കഥ പറഞ്ഞില്ലേ, അതേപോലെ ഒരു ഓഡീഷനും ഇല്ലാതെ കിട്ടിയൊരു പടം. അതെ, ആക്ച്വലി ഫ്രീഡം ഫൈറ്റിൽ ഓഡീഷൻ ജിതിൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഫ്രീഡം ഫൈറ്റിൽ ജിതിൻ പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ ഉള്ളിൽ സാധനം ഇതും പോയി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു അതേ ബ്രോ എനിക്ക് ഓഡീഷൻ വർക്കാവില്ല, ഇപ്പോൾ എന്നെ എടുക്കില്ല, പക്ഷെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ജിതിൻ അല്ലെങ്കിലും പകുതിയോളം ഈ ഓഡീഷൻസിനുണ്ടല്ലോ നമ്മൾ എന്താ പറയുക കഴിവുണ്ടാവും, ആ കംഫർട്ട് സോൺ അല്ലാത്തത് കൊണ്ടും ആ ടെൻഷൻ കാരണം കൊണ്ടും ഫ്ലോപ്പായി പോകുന്ന കുറേ പരിപാടികളുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിക്കുമ്പം ഒരു ആക്ടറെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കംഫർട്ട് സോൺ ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യില്ല. അപ്പൊ അവര് ചോദിക്കത്തില്ലേ? ചോദിക്കും. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നായികൻ കഴിഞ്ഞു, അത്രയും വലിയ സ്റ്റേജിൽ കുറേ ഇവരുടെ മുന്നിൽ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു, എന്നിട്ടും മറ്റേ സിനിമയിൽ പോയി ചെയ്തപ്പോഴത്തേക്കിനും ഒക്കെ ഫ്ലോപ്പായിരുന്നു എൻ്റെ. എന്നിട്ട് എത്രയോ ടേക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസും ഇതൊക്കെ കിട്ടുന്നത്. പക്ഷെ ഈ പറയുന്ന 1, 2, 3, 4 മൂവികൾ ചെയ്ത് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കും, ആ പേടി ഒന്ന് ഒതുങ്ങും, ആ പരിപാടി നമുക്ക് പിന്നെ കയറിക്കോളും. പേടിയാണ് മെയിൻ പ്രശ്നം. പേടി ഉണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് അത് ഇമോട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. എപ്പോഴെങ്കിലും ലൈഫിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ, നോട്ട് സൈക്കോ എന്ന് കംപ്ലീറ്റ്ലി പറയുന്നില്ല, എങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഫ്ലെയർ ഒരു എപ്പോഴെങ്കിലും ലൈഫിൽ വന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഭീമന്റെ വഴിയിലെ ആ ക്യാരക്ടർ ഓഫ് കോഴ്സ് അത് ആ സംഭവം ചെയ്യണക്കാട്ടി മുന്നേ ഞാൻ ഫീൽ ചെയ്ത കാര്യമാണ്. എനിക്ക് ആ അനുഭവത്തിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുണ്ടല്ലോ. രേഖ എന്താ പറയാ, ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കാരത്തി എവിടെയാണ്, ഞാൻ എവിടെയാണ് എന്ന് വെച്ചാൽ മെന്റലി ഒക്കെ വേറെ ലെവലാണ്. ഉണ്ണിക്കോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ ഏതെങ്കിലും ഇപ്പം ഫ്രീഡം ഫൈറ്റ് ചെയ്തു, അത് ഞാൻ എന്തായാലും അത് ഞാൻ ചോദിക്കുകയല്ല. പക്ഷെ ഈ പറയുന്ന ഷോർട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ഹാപ്പി ഗൈ പരിപാടി ചെയ്തിട്ടുണ്ട്. അത് ചെയ്തൊരു മൊമെന്റിൽ യെസ് ഇത് എനിക്ക് എല്ലാ ഷോർട്ട് ഫിലിംസിലും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഒബിയസ്ലി റൊമാൻസ് ആണ് ചെയ്തേക്കണേ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും റൊമാൻസ് പ്രേമിച്ചോണ്ടാണ് ഇത് അഭിനയിക്കാൻ പറ്റുന്നത്. ഓർത്ത് പോയില്ലേ. അപ്പം എനിക്കത് പല സിറ്റുവേഷനിലും ഇപ്പം ചില പ്രപ്പോസിങ് സീൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇവിടെ എടുക്കാൻ നൈസായിട്ട് പഴയ ഓർമ്മകൾ ചീന്തി എടുത്ത് പിച്ചി. ഇതില് അങ്ങനെ ഇല്ല, നമ്മുടെ രേഖയിൽ അങ്ങനെയൊന്നുമില്ല. രേഖ എനിക്ക് ഭയങ്കര പുതിയതാണ്. എല്ലാം കൊണ്ടും ഫ്രഷാണ് രേഖ. നമ്മള് ആസ് എൻ ആക്ടർ അതിലത്തെ ചില സംഭവങ്ങളൊക്കെ ഈ എന്താ പറയാ റൊമാൻസ് പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പക്ഷെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇതിലാണ്.